അങ്ങനെ നോമ്പ് 21 ഇന്ന്. എത്ര പെട്ടെന്നല്ലേ നോമ്പ് കഴിഞ്ഞത്. ഇപ്പം അടുത്ത് ഫസ്റ്റ് 10 പിന്നെയും കുറച്ച് മെല്ലെ പോയേ, സ്ഥിരം അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു കണക്ക്. പിന്നെ രണ്ടാമത്തെ 10 പെട്ടെന്ന് പോയി, ഞാൻ കണ്ടതേ ഇല്ല. ഇപ്പം ഇന്നത് 21 നോമ്പ്, ഇനി ആകെ 9 ദിവസം കൂടി ഉള്ളൂ. എന്തെല്ലാവരും പാട്, സുഖമായിട്ടിരിക്കണോ വിചാരിക്കണോ? ഇവിടെയും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോണു. അങ്ങനെ ഇന്നിപ്പോൾ ഒരു വ്യാഴാഴ്ചയാണ്. ഇന്ന് വ്യാഴം വെള്ളി നമ്മളിപ്പം വീക്ക്ലി വ്ലോഗാണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പം വ്യാഴം വെള്ളി ഇന്ന് ആക്ച്വലി ഫാറൂഖിന് വേറൊരു നോമ്പ് തുറണ്ട്, ആളുടെ ഫുട്ബോൾ ടീമിൻ്റെ ഒക്കെ ആയിട്ട്. അപ്പോൾ നമ്മളെ കൂടെ എല്ലാവർക്കും, മീൻസ് അഞ്ജുവിൻ്റെ ആയാലും നിഖിലിൻ്റെ ആയാലും, മീൻസ് എല്ലാവർക്കും ഉണ്ട് ഈ പ്രോഗ്രാം. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇന്ന് പള്ളിയിൽ പോയി നോമ്പ് തുറന്നാലോ എന്ന്. ഇവിടെ ആക്ച്വലി കുറത്തൊരു പള്ളിയുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ മീൻസ് നമുക്ക് ഭയങ്കരമായിട്ട് വയറ് നിറച്ച് ഫുഡ് കിട്ടുമൊന്നുമില്ല. ചുമ്മാ ഒരു പള്ളിയിലൊക്കെ എത്തി അവിടുന്ന് ചെറിയ സ്നാക്സ് ഒക്കെ കഴിച്ച് കുറച്ച് ഫ്രൂട്ട്സും ചിലപ്പം ചോറ് എന്തെങ്കിലും ഉണ്ടാവും, ബിരിയാണി പോലത്തെ എന്തെങ്കിലും. ചിലപ്പോൾ നമുക്കൊന്നും കിട്ടിയില്ല എന്നും വരും. പക്ഷെ അവിടുന്ന് മഗ്‌രിബൊക്കെ നിസ്കരിച്ച് അത് വേറൊരു രസമാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ നോമ്പിന് നമ്മൾ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട് ഈ പള്ളിയിൽ നോമ്പ് തുറക്കാനേ. ഈ പ്രാവശ്യം തീരെ പോയിട്ടില്ല. ഇന്നാണ് ആദ്യമായിട്ട് പോണത്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും തുറവി ഉണ്ടാവാറുണ്ട്, അപ്പോൾ ഒഴിഞ്ഞ് കിട്ടാറില്ല ഇങ്ങനെ പള്ളിയിൽ പോയി നോമ്പ് തുറക്കാൻ. അപ്പോൾ ഞാനും ഹസ്നയും അഞ്ചും കൂടിയാണ് പോണത്. അഷിക്കൊക്കെ വേറെ തിരക്കൊക്കെ ഉണ്ട്, അതുകൊണ്ട്. അപ്പോൾ അഞ്ചുനെ ഞങ്ങൾ തട്ടലിട്ടാണ് കൊണ്ടുപോകണത് പള്ളിക്ക്. അങ്ങനെ അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് വെറുതെ കൈ വെച്ച് പോകണ്ട, കുട്ടികളെ കയറ്റി പോകണമല്ലേ. അപ്പം കുറച്ച് സ്നാക്സ് ഇവിടുന്ന് ഈറ്റ് ഔട്ടെന്നോ അവിടുന്ന് എവിടുന്നേലോ മേടിക്കാം. ഇപ്പം ആക്ച്വലി ഹസ്ന മിസ് കോൾ അടിക്കുന്നുണ്ട്, ഞാനത് കട്ട് ചെയ്തതാണത്. അവൾ വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ അപ്പോൾ നമ്മൾ ഈറ്റ് ഔട്ടിൽ ഇവിടെ ഒരു ഷോപ്പുണ്ട്, അവിടുന്ന് കുറച്ച് സ്നാക്സ് മേടിക്കാം, എന്നിട്ട് പോവാം. എന്നിട്ട് അവിടുന്ന് നോമ്പ് തുറക്കാം. ഇനി ഫുഡ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ആ സ്നാക്സ് വെച്ച് നോമ്പ് തുറന്നിട്ട് മഗ്‌രിബൊക്കെ നിസ്കരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാം, അങ്ങനെയാണ് വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ അപ്പം ഹസ്ന അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഹസ്ന വന്ന് എന്നെ പിക്ക് ചെയ്ത് അഞ്ജുവിനെ എടുത്തിട്ട് നമുക്ക് സ്നാക്ക് മേടിച്ചിട്ട് പള്ളിയിൽ പോവാം. ഓക്കെ. അപ്പം ഇന്നത്തെ വ്യാഴാഴ്ചത്തെ നമ്മുടെ അജണ്ട അതാണ്, പള്ളി നോമ്പ് തുറ. അങ്ങനെ പിന്നെ വെള്ളി ആക്ച്വലി നാളെ വെള്ളിയാണ്. വെള്ളി ആക്ച്വലി ഇവിടെ ഒരു നോമ്പ് തുറ ഉണ്ട്. ഫാറൂഖിൻ്റെ കമ്പനിയിലെ കുറച്ച് ചെക്കന്മാരുണ്ട്, അവരൊന്ന് വിളിച്ചിട്ട് ജസ്റ്റ് ഒരു നോമ്പ് തുറ പ്ലാൻ ഉണ്ട്. അപ്പം നാളത്തെ വ്ളോഗ് എനിക്ക് സംശയമാണ് ഞാൻ എടുക്കുമോ എന്നുള്ളത്, കാരണം നല്ല ജഗപൊഗിയായിരിക്കും. അങ്ങനെ പിന്നെ സാറ്റർഡേ ഷുട്ടുവിൻ്റെ ഗ്രാജുവേഷനാണ്. ചെങ്ങായിൻ്റെ KG കഴിഞ്ഞു. എത്ര പെട്ടെന്നല്ലേ, KG 1 കഴിഞ്ഞു, KG 2 കഴിഞ്ഞു. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തായാലും ശനിയാഴ്ച ഗ്രാജുവേഷനാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഓഫ് എടുത്തു ശനിയാഴ്ച, എന്നിട്ട് ഗ്രാജുവേഷന് പോകാമെന്നിരിക്കണം. അപ്പം അങ്ങനെ മൊത്തത്തിൽ ഒരു വ്യാഴം വെള്ളി ശനി വ്ളോഗായിരിക്കും ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പൊട്ടെ അവൾ വിളിക്കുന്നുണ്ട്, ഇനി അവൾ വായിക്കണം മൊത്തം കേൾക്കേണ്ടി വരും. ഔട്ട്ഫിറ്റ് ഒന്നുമില്ല, ഇത് ആക്ച്വലി എൻ്റെ വലിയ പെരുന്നാളിൻ്റെ ഒരു ഡ്രസ്സായിരുന്നു, ഒരു തരത്തിലുള്ള ഡ്രസ്സ്. മിററിൽ കാണിച്ചു തരാം. എന്താണ് ഗ്രാജുവേഷൻ അല്ലേ ഷിട്ടുവിൻ്റെ? എന്നാണ് ഗ്രാജുവേഷൻ? മാർച്ച് 14. മാർച്ച് 13 ഫ്രൈഡേ ആണ്. ഫ്രൈഡേ അല്ല. ഇത് കണ്ടോ, ഇത് എൻ്റെ പുത്രൻ്റെ മാത്രം. ഏതെങ്കിലും കുട്ടികളുണ്ടോ ഇങ്ങനെ, എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. സ്പ്രിംഗി ഭ്രാന്തൻ. പ്ലീസ് ഷോ ചെയ്യോ. അതെന്താ കാണിച്ചിരുന്നില്ല അവന് ഭയങ്കര സ്പ്രങ്കി കാർട്ടൂൺ ക്യാരക്ടർ, ഭയങ്കര ഡ്രോ. ഓക്കെ വേണ്ട 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 ഓക്കെ വേണ്ട, ഓഫാക്കാം. മമ്മ ഓഫാക്കിയാ കാണണോ? വേണ്ട, ഓഫ് ചെയ്യാം. സമ്മതിച്ചില്ല, അവനെന്താ അറിയില്ല, സമ്മതിച്ചില്ല. ഭയങ്കര എപ്പോഴും ഭയങ്കര ക്രേസാണ്. അതിൽ കുറേ ലെവൽ 1, ലെവൽ 2, ലെവൽ 3 അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. എല്ലാം കുത്തി വരഞ്ഞ് വരക്കുക, അത് ഡ്രോ ചെയ്യുക, അതൊക്കെയാണ് ക്രേസ്. ഇല്ല പൊന്നോ, അത് ഫണ്ണിയാണ്, അതാണ് മമ്മ പറയുന്നത്. അത് ഫണ്ണിയല്ലേ? ഓക്കെ, അത് ഫണ്ണിയല്ല.
എന്താ നോക്കണ്ടേ? ഇത് ഞാൻ സൂപ്പർ സൂപ്പർ. ആ ഷൂട്ട് ചെയ്ത് നോക്കട്ടെ. വാവ്, അത് സൂപ്പറായല്ലോ, അത് സൂപ്പറായല്ലോ. അഞ്ജുവിൽ നിന്നും ആമിനയിലോട്ടുള്ള മടക്കം. ആമീനത്താത്താര് പൊന്നുപോളാണ്. ആരെന്ത് ചോദിച്ചാലും അസ്സലാമലൈക്കും അസ്സലാമലൈക്കും. അതാ അതിന് മറുപടി വഅലൈക്കും സലാം. മോളാണ്, നാട്ടിലെ ചേരുള്ള പെണ്ണാണ്, എന്നാലും എത്ര രൂപയാണ് അവിടെ? അല്ലാണ്ട് ആണുങ്ങൾക്ക് കൊട്ടാൻ മുന്നേക്ക് കൊട്ടാൻ എത്ര? ഓരോ അത്രേ ഉള്ളൂ. അതല്ലതല്ലേ നമുക്ക് അടുപ്പിച്ച് കഴിഞ്ഞ ആഴ്ച കുറച്ച് ഔദറൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു തവണ ഒന്നും നമുക്കില്ലായിരുന്നു. കടയുന്നോ? ഇല്ലേ, ആ പോക്കറ്റ് കയ്യിലുണ്ടപ്പോ നോക്കിയേ. പിന്നെ ആ പിടുത്തം, ആ കായ വെച്ചത് ഫാറൂഖിന്റെ അപരൻ. നേരെ നോക്കുമ്പോ ബർണിരുന്നു മേന്. എനിക്കിപ്പോ പെട്രോൾ കാർഡായ കാരണം പെട്രോൾ കാർഡാണ് കമ്പനി കാർഡാക്കിയോ? കമ്പനി കാർഡാക്കി. വലിയ കിട്ടലാണ്. അതുകൊണ്ട് എന്താ? പക്ഷെ അവന് കിട്ടിയില്ല. എങ്ങനെ? വലുതാണ്. ഇവന് ഇത്ര വരുന്നുണ്ട്. അവന്റെ സൈസ് ചേഞ്ച് ചെയ്യിപ്പിച്ചിരുന്നു. അപ്പൊ ഇത് വരണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് ചേഞ്ചിങ് റൂം കൊണ്ടുവന്ന് താഴ്ന്നെടുക്കവൻ. ചൈന ടൗൺ എന്നാണോ?
I'm giving this. 10 into 200. ലോണ് കഴിഞ്ഞപ്പോ തന്നെ ഒരു ഭാരം ഒഴിഞ്ഞ പോലെ എനിക്ക് ആ പൈസയും മറ്റേ ഇതിന് മന്ത്ലി അയച്ചു 200 ഫർക്ക് പറഞ്ഞില്ലേ കൊറേ ആ രാത്രി ആ നേരത്ത് വരും പോലും കാറൊക്കെ എടുത്ത് ഒമാനീസ് കാരണം ഈ ഏരിയയിലല്ലേ ഇന്നലത്തെ ആ അത് പറഞ്ഞു ഫറുഖ് ചോദിച്ച പോലെ ഓൻ എന്താണ് ഈ എന്താ കരുതുന്നത് ജീവിതത്തില് അയാളെ ഫോട്ടോ എന്റെ അടുത്തുള്ളൂ ഞാൻ മറക്കൂലല്ലോ ഫോട്ടോ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ ഡിലീറ്റ് ആക്കണം. ഞാൻ കാര്യം പറയട്ടെ, ഓർക്കല്ലേ ബാക്കിയുള്ള ആൾക്കാരോടൊക്കെ ചോദിക്കണ്ടേ അവരുടെ ബഡ്ജറ്റ് എന്താ? അതെ, എല്ലാരോടും ചോദിക്കണ്ടേ. എന്താണ് ഇന്നുവേ ഞാൻ പറയില്ലേ പൈസ ഇല്ലാത്തടത്ത് ഇവിടെ ജീവിക്കാൻ കഴിയില്ല. അപ്പൊ ഇന്നു ശരിയാ യൂട്യൂബിൽ പൈസ ഉണ്ടാക്കാൻ പറ്റില്ലല്ലേ? എന്താ പൈസ ഉണ്ടാക്കാൻ പറ്റുമല്ലോ. ദാറ്റ് ഈസ് പോസിബിൾ. പണിത്ത് ജോബ് ഉണ്ടാക്കുന്നത് നോട്ട് പോസിബിൾ ആറ്റ് ഓൾ. അതൊന്ന് പച്ചപിടിച്ചിട്ടാണ് നമുക്ക് 1 million സബ്സ്ക്രൈബേഴ്സ് ആയ ജംഷാനിക്ക് ഈ ബുക്ക് വെക്കാം. ഇവിടെ എല്ലാവരും ഭയങ്കര അധ്വാനത്തിലാണ്. സേവനവാരാണ്, വമ്പ സേവനവാരം. സേവനവാരം തന്നെ മെയിൻ സേവനവാരം. വഴുതനയാണോ? അവള് പറയുന്നത് വഴുതനയാണ്. Today I am coming to graduation. And also Mama. Yeah. എന്താ ഷിട്ടു സ്പെഷ്യല്? വാട്ട് ഡേ ഈസ് ടുഡേ? March 4. March 14 then. Shitu, congratulations. ഓ ഗ്രാജുലേഷൻ. ഇന്ന് എന്താണ്? പ്രസ് ചെയ്തു. Papa. കുഴപ്പമില്ല, ലിഫ്റ്റ് പ്രസ് ചെയ്തു. പ്രസ് ചെയ്തു. സ്പോർട്സ് ഡേ KG മാത്രമേ KG1 KG2 ഉള്ളായിരുന്നേ. എന്തേനി ട്രാഫിക്. എന്താ സ്പെഷ്യൽ ഡേ ഷുഡ് ഇന്ന്? എങ്ങനെ ഗാരുലേഷൻ ഡേ?
ഇത് കണ്ടോ, കുട്ടികളുടെ ഫോട്ടോ വെച്ചിട്ട് ഇതൊന്ന് നമ്മുടെ കുട്ടീൻ്റെ കണ്ണ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പേര് എഴുതാം. നല്ല രസമുണ്ട് കാണാം. കണ്ടോ, എല്ലാ ഡിവിഷനും ഉണ്ട്. ചുറ്റുപടിയായിട്ടുള്ളത് new things. Keep being kind to everyone. To our amazing teachers. Can all the teachers please show their hands? Invite the KG2F graduates on the stage. Master Evren Mehal. Master Evren Mehal. Master Ian. I have an important mission for our little graduates here. I want you all to cheer for yourselves and clap for yourselves. Thank you. Happy year. These little stars are graduating today. When these children first came to school, many of them were crying. Very smart. What an incredible performance. Let's give them a huge round of applause. It is. I've never seen, like I said, such cute monsters and such cute walls. I've never in my life. Prabhakaran T. to lead the way. I invite Chief Guest Mrs. Ramya Damodaran and SMC President Mr. Karanjit Sheikh Matharan memories. Here to the bright future of ഞങ്ങൾ സ്റ്റേക്കേഷന് എവിടെ പോകണം എന്നുള്ള അതെ പ്ലാനിങ്ങിലാണ്. പ്ലാനിങ് തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര ദിവസമായി? ഒരാഴ്ചയോളമായി ഇപ്പോൾ പ്ലാനിങ്. ഒരാഴ്ച ആയിട്ടില്ല. ഓക്കെ, ഒരാഴ്ച ആയിട്ടില്ല. 21, 22 അതും കൂടി പറയാം. എന്റെ ലീവാണ് എൻ്റെ ലീവ് തീരുമാനമാവാത്തതുകൊണ്ട് ചെക്കിനും ചെക്കൗട്ടും എനിക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്നില്ല. അതാ പ്രശ്നം. ഇപ്പം എന്തായാലും തപ്പിക്കൊണ്ടിരിക്കുന്നത് എവിടെ പോകണം. സ്റ്റേക്കേഷൻ കിട്ടുമ്പോൾ പൈസ കൂടും, പൈസ കുറയുമ്പോൾ സ്ഥലം പറ്റുന്നില്ല. കട്ട തപ്പില്ലാണ് ഇപ്പം നമ്മൾ. 5 ബെഡ്റൂം ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ തീർന്നില്ലേ?
അഡ്ജസ്റ്റ് ചെയ്യണം നമുക്ക്. ആ ശരിയാ, സാബിക്ക് പക്ഷേ അഡ്ജസ്റ്റ് ചെയ്യും. സാബിക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നത് നിങ്ങളെന്താ ചെയ്യപ്പോ? അത് 4 റൂമുകളിൽ പിന്നെ ഫാം ഹൗസ് എടുത്താൽ മതി. ഹോട്ടലൊക്കെ കിട്ടണ മെയിൻ ഇത് റൂം സെപ്പറേറ്റ് ഇടുന്നത്, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെയാണ്. എന്തായാലും മിണ്ടാണ്ടിരുന്നത് പെട്ടത്. എല്ലാരും പെട്ടെന്ന് മിണ്ടാണ്ടിരുന്നു. ആകെ ശുഷ്കാന്തി ഉള്ളത് എന്റെ ഇന്നൂനാണ് അല്ലേ? ആർക്കും ഒരു ഇതില്ലല്ലേ? അതെന്താ അവിടെ ഇതിപ്പോ എന്തായാലും 69 അല്ലടാ. ഇതിപ്പോ എന്റെ ഒരു ഇതിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 65. ഞാൻ ചോദിച്ചാ വോയിസ് അയച്ചു 60-നൊക്കെ കിട്ടുമെന്നൊക്കെ ഞാൻ ഷുട്ടുണ്ടേ. ഫൈറ്റ് അതൊരു ഫൈറ്റ് ആയില്ല, അത് തെറ്റിപ്പോയി. ഷുട്ടു യാഷു ഷുട്ടു ഇവിടെ ബാക്കിൽ മമ്മ ഇവിടെ സേ ഹായ്. സാബി വെള്ളത്തിൽ മറ്റേ വാട്ടർ പാർക്കാണ് വെച്ച് ഞാൻ എങ്ങനെ എക്സ്പ്ലോർ ചെയ്യും. അപ്പൊ സാബിക്ക് ഏതായാലും വെള്ളത്തിൽ ഇറങ്ങൂലല്ലോ, ശരിയാണല്ലോ എന്ന് പറയാനോ. ശരിക്കും സാബിക്കിന്റെ പൈസ നഷ്ടമാണ്. ഞാൻ കാര്യം പറയട്ടെ, ബസ്സിലാണ് നമുക്ക് ഭയങ്കര നഷ്ടമായി. ഈ കപ്പിൾസിന് നഷ്ടമായിരിക്കും. 4 മണിക്കാണ് അവിടെ റൈഡ് തുടങ്ങുക. അത് 4 to 6:30 വരെ നമ്മള് എവിടെ സ്റ്റേക്കേഷൻ പോകണം എന്നുള്ള ഡിസ്കഷനിലാണ്. കഴിഞ്ഞൊരു 4-5 ദിവസമായി ഡിസ്കഷൻ നടക്കുന്നു, ഇതുവരെ ഫൈനലൈസ് ആയിട്ടില്ല. സ്റ്റിൽ പ്ലാനിങ്. നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി 2 മണിക്ക് നടന്നു പോവുകയാണ്. കാർ പോണ ഒരു ടീം, അതെ കാർ പോണ ഒരു ടീം, നടന്നു പോണ ഒരു ടീം. നിങ്ങള് നടക്കാനില്ലേ? ഫാറൂഖ് എന്താ നടക്കാതെ? സമയം കൊടുക്കല്ലേ. വരുന്നുണ്ടാവുള്ളൂ. നമ്മള് പാസ് ചെയ്ത് പോയിട്ടില്ലാന്ന് എനിക്ക് തോന്നണ. സാബിക്ക് പാസ് ചെയ്തോ? നമ്മളെവിടെ പോണത്? ഹൊറിസോണിൽ ചായ കുടിക്കാൻ പോണ്. നടന്നിട്ട് അതെ നടന്ന് പോണു. അവിടെ ചായ ഉണ്ടാവുമോന്ന് എന്റെ സംശയം. 2:30 ആയില്ലേ? അപ്പൊ മെൽറ്റി കാൻഡി ഉണ്ടല്ലോ ഇവിടെ. മെൽറ്റി കാൻഡി ഈ നേരത്തൊക്കെ ഉണ്ട്. നീ ഫ്രണ്ടൊക്കെ നിക്ക്, എന്തായാലും കുട്ടീനേറ്റ് പ്രശ്നം. ഓ
2:00 ചായ തരാൻ കടല്ലേ? എന്താ പിന്നെ നമ്മളുടെ കൂടെ നടക്കാൻ വരുന്നത് ഞങ്ങൾക്ക് ഒപ്പം വരാനാണ് ഇഷ്ടം. അല്ല ബാക്ക് പിന്നാലെ വരാൻ. അല്ല ശരിക്കും ഒപ്പം വരാൻ. 70 സെന്ററിന്റെ ബാക്കിൽ നിന്ന് ഇതുവരെ നമ്മളുടെ പിന്നാലെ വന്നു. ചുമ്മാ ഒരു രസം. എന്നിട്ട് നീതലാൻഡി ആരും നിക്കുന്ന ഇങ്ങനെ പറഞ്ഞപ്പോ അവിടെ ഇരുന്നു. ഇത് ഇപ്പോഴും അവിടെ ഇരിക്കുക. പേടിച്ചു. വരുന്നുണ്ട്. ഇൻവൈറ്റഡ് 4 അനാഥകൾ മുന്നിൽ പോണാക്കണ്. എന്തല്ലേ കിടന്നുറങ്ങിക്കൂടെ അവർക്കൊക്കെ? പറയുന്നു. ആര് പറയുന്നു? അയ്യോ അയ്യോ. നമ്മൾ നടത്തം അവസാനിപ്പിച്ച് വണ്ടി കയറിയിരിക്കുന്നു. ആ കട പൂട്ടിയിരിക്കുന്നു. ഇവിടെ ആണ് വെള്ളം. വെള്ളം. എന്ത് ചുട്ടോ? എന്ത് ചുട്ടോ? എന്ത് പറ്റി? എന്ത്? ഈ ഗ്ലാസിന്റെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. അത് നിന്ന് വായിക്കാട്ടോ. ഞാൻ കാറിന്റെ ഫ്രണ്ട് പോയി നിന്ന് നോക്കും. ആളുണ്ടാവൂലേ? ആൾക്കാർ ട്രാഫിക്കാണ് നോക്കിയാല് ട്രാഫിക് ഇവിടെ ചിരിക്കുന്നത് വായിക്കാല്. ഏതൊരു സേഡി മുസേഡില്ലേ കണ്ടു മറ്റേ ബെൽറ്റ് ശരിയാക്കണ ചായ കറക്റ്റ് കാശ്മീരി. ചായ തപ്പി ഞങ്ങൾ ടീ ടൈമിലെത്തിയിരിക്കുന്നു. ആകെ ഉറക്കം വന്ന പോലെ. 3 മണിയായിപ്പോ. സോറി. That's my എനിക്കൊരു ബർഗർ.